ഇന്ന് ശ്രീ മഹാദേവി ഭാഗവതത്തിലെ മറ്റൊരു കഥയാണ് പറയുന്നത്. ദേവി ദക്ഷപുത്രിയായി ജനിച്ച കഥയാണ് പറയുന്നത്. വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മദേവൻ്റെ വലത്തെ കാലിൻ്റെ പെരുവിരലിൽ നിന്നും ദക്ഷൻ ജനിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ബ്രഹ്മപുത്രനായത്. പിന്നെ ബ്രഹ്മദേവൻ്റെ ഇടത്തെ കാലിലെ പെരുവിരലിൽ നിന്നും പ്രസൂതി എന്നൊരു കന്യകയുണ്ടായി. അങ്ങനെ ദക്ഷൻ പ്രസൂതിയെ വിവാഹം ചെയ്തു. അവർക്ക് 50 പുത്രികളുണ്ടായി. അവരിൽ 27 പുത്രികളെ ചന്ദ്രനും പിന്നെയോ 13 പുത്രികളെ കശ്യപ മഹർഷിക്കും 10 പുത്രികളെ ധർമ്മദേവനും ദക്ഷൻ വിവാഹം ചെയ്തു കൊടുത്തു. ഇവരെ കൂടാതെ സ്വാഹ എന്നും സതി എന്നും പേരുകളോട് കൂടിയ 2 അയോനിജരായ നന്ദിനികൾ കൂടി പെൺകുട്ടികൾ കൂടി ദക്ഷനുണ്ടായിരുന്നു. അവരിൽ സ്വാഹാദേവിയെ അഗ്നിഭഗവാനും സതിയെ പരമശിവനും വിവാഹം ചെയ്തു. അങ്ങനെ സതിയുടെ ഉത്ഭവകഥയാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കഥയിൽ ദക്ഷ പ്രജാപതി പരാശക്തി തൻ്റെ മകളായിട്ട് ജനിക്കാൻ വേണ്ടിയിട്ട് ഹിമാലയ പാർശ്വത്തിൽ പോയിട്ട് തപസ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു അല്ലേ. അങ്ങനെ തപസ്സിൻ്റെ ഫലമായി പരാശക്തിയായ ദേവി ദക്ഷപുത്രിയായിട്ട് ജനിക്കുന്നതാ. എങ്ങനെയാ? ഒരിക്കലും ദക്ഷൻ ദേവമന്ദാഗ്നിയിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിരിഞ്ഞ താമരപ്പൂവിൽ കൗതുകമുള്ള ഒരു പെൺപൈതൽ ശയിക്കുന്നത് കാണും. അപ്പോൾ അതിനെ എടുത്തിട്ട് ചുംബിച്ച് വാത്സല്യപൂർവ്വം തൻ്റെ മകളായിട്ട് വളർത്തു. എന്നാൽ ആ പേരും ഇടും. ആ കുട്ടിക്ക് നാമകരണം ചെയ്യുന്നത്? സതി എന്ന് ആ ശിശുവിന് നാമകരണവും ചെയ്യും. സാക്ഷാൽ ദേവി പരമശിവ പത്നിയാകുവാൻ വേണ്ടിയാണ് ഇവിടെ ആകാശഗംഗയിലെ ചെന്താമരത്താരിൽ അങ്ങനെ ഒരു കുട്ടിയായിട്ട് അവതീർണയായത്. അങ്ങനെ സതി വളർന്ന് വിവാഹപ്രായത്തു. അപ്പം അനുരൂപനായൊരു യുവാവിനെ കൊണ്ട് വേളി കഴിപ്പിക്കാൻ ദക്ഷപ്രജാപതി തീരുമാനിക്കും. എന്നാൽ സതിയുടെ ആഗ്രഹം എന്തായിരുന്നു? സതിക്ക് സദാശിവൻ തൻ്റെ ഭർത്താവാകണമെന്നുള്ള ആഗ്രഹത്തോടെ സദാസമയവും മൃത്യുഞ്ജയനെ തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അച്ഛൻ കൊണ്ടുവരുന്ന ആലോചനകളൊക്കെ മകൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ അവളെ ഭക്തിയെയും പ്രേമത്തെയും പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പല വേഷത്തിലും പല സന്ദർഭങ്ങളിലും മഹാദേവൻ വരും. എന്നിട്ട് അദ്ദേഹം സതിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ശിവൻ്റെ വൈരൂപ്യത്തെയും പ്രാകൃതാവസ്ഥയെയും കുറിച്ച് വളരെ ആക്ഷേപിച്ചും പുച്ഛിച്ചും ഒക്കെ സംസാരിക്കും. പക്ഷെ സതിയുടെ മനസ്സ് ഇതൊന്നുകൊണ്ട് ഇളകൂല. അവൾ പരമശിവനെ അല്ലാതെ മറ്റാരെയും പാണിഗ്രാഹം ചെയ്യുന്നതല്ലെന്ന് ദൃഢമായി മനസ്സുകൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ തൻ്റെ പുത്രിയെ വിരൂപനും വൃദ്ധനെ പോലെ ഇരിക്കുന്ന പ്രാകൃതനുമായ ശിവനെ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ ആർക്കും ഇഷ്ടമില്ലായിരുന്നു? ദക്ഷപ്രജാപതിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. എങ്കിലും ഭഗവാൻ അവസാനം രഹസ്യമായിട്ട് സോമസുന്ദരനായി സതിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവളെ തൻ്റെ ധർമ്മപത്നിയായി സ്വീകരിച്ചിട്ട് കൈലാസത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ വിവരറിഞ്ഞപ്പോൾ ദക്ഷൻ കോപാക്രാന്തനായിട്ട് ഗർജിക്കും. എന്നിട്ട് അവസാനം അതുകൊണ്ട് ശിവനോടുള്ള വൈരാഗ്യം 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യും. ആദ്യം ശിവനെ ഇഷ്ടമല്ല, പിന്നെ ഇതും കൂടിയായപ്പം തീരെ ഇഷ്ടമില്ലാതെ. അപ്പോൾ ശിവനെ അപമാനിക്കുവാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വിചാരിക്കൂ? ഒരു യാഗം ചെയ്യാമെന്ന് വിചാരിക്കൂ. അങ്ങനെ ആ യജ്ഞത്തിന് വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും പിന്നെ ആരൊക്കെയാ? ഇന്ദ്രാദി സർവ്വദേവകളെയും മഹർഷികളെയും യക്ഷഗന്ധർവ കിന്നരന്മാരെയൊക്കെ ക്ഷണിക്കും. ശിവനെ സതിയെ മാത്രം ക്ഷണിക്കൂല. അപ്പോൾ യാഗഹോത്രി ആരായിരുന്നു? ദധീചി മഹർഷിയായിരുന്നു. അദ്ദേഹം നല്ലൊരു ശിവഭക്തനായിരുന്നു. അപ്പോൾ ദധീചി മഹർഷി പറയും ആരോട്? ദക്ഷപ്രജാപതിനോട് പറയുന്നത് ഭഗവാൻ പരമശിവനില്ലാത്ത യാഗമല്ല, ഭൂമിയിൽ വെച്ചാണെങ്കിൽ തരക്കേടില്ലായിരുന്നു. നാഗലോകത്ത് വെച്ച് നടത്തുമ്പോൾ നിശ്ചയമായോ മൃത്യുഞ്ജയൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം പറയും. അപ്പം ദധീചിൻ്റെ അഭിപ്രായം, ദധീചി മഹർഷിയുടെ അഭിപ്രായം എന്നോ ദക്ഷൻ പരിഹാസത്തോടെ നിരസിച്ച് കളയും. അപ്പം ഇതൊക്കെ എല്ലാം നിന്ന് മനസ്സിലാക്കിയിട്ടാര് നാരദ മഹർഷി എന്താക്കൂ? ഓടിപ്പോയിട്ട് ഈ സംഭവ വികാസങ്ങളൊക്കെ ആരോട് പറഞ്ഞു കൊടുക്കും? സതീദേവിയോട് കൈലാസത്തിൽ പോയി പറയും.
പിന്നെ ദക്ഷ പ്രജാപതി വലിയ യാഗം നടത്തുന്നുണ്ട്, എല്ലാവരും ഉണ്ട്, നിങ്ങൾ മാത്രമേ ഇല്ലാത്തുള്ളൂ എന്നൊക്കെ പറയും. അപ്പം സതീദേവി എന്ത് വിചാരിക്കും, തന്നെയും ഭർത്താവിനെയും ക്ഷണിച്ചിട്ടില്ല, എന്നാലും അച്ഛൻ നടത്തുന്ന യാഗമല്ലേ, അതൊന്ന് പോയി കണ്ടാൽ നന്നായിരുന്നു എന്ന് സതീദേവി മനസ്സിൽ വിചാരിക്കും. അങ്ങനെ ഭർത്താവിൻ്റെ അടുത്ത് പോയിട്ട്, മഹാദേവൻ്റെ അടുത്ത് പോയിട്ട് മെല്ലെ ശാന്തതയോടെ പറയുന്നത്, അച്ഛൻ ഒരു മഹായാഗം നടത്തുന്നുണ്ട്, ആ യാഗം ഒന്ന് കണ്ടാൽ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു, അത് കാണണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്, ഞാനും കൂടി ഒന്ന് പോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ മഹാദേവൻ ഒന്ന് മന്ദഹസിച്ച് കൊണ്ടിട്ട് പറയുന്നത്, നമ്മെ അവർ ക്ഷണിച്ചിട്ടില്ല, ക്ഷണിക്കാതെ അവിടെ ചെന്നാലോ ചിലപ്പോൾ നിന്നെ അവർ അപമാനിച്ചെന്നും വരും, പോയാൽ അപമാനിതയായിട്ട് നീ ഇങ്ങോട്ട് തിരിച്ച് വരരുത് എന്ന് പറയും. ഇനി ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഇനി നിൻ്റെ ഇഷ്ടം എന്ന് പറയും. അപ്പം സതീദേവി എന്ത് വിചാരിക്കും, അച്ഛനല്ലേ യാഗം നടത്തുന്നത്, അദ്ദേഹം എന്നെ അപമാനിക്കുമോ? ഏത് പുത്രിമാരായാലും തിരിച്ചു വന്നാൽ അച്ഛന്മാർ അപമാനിക്കില്ല എന്നുള്ള ചിന്തയോടെ സതീദേവി വിചാരിച്ചിട്ട് അങ്ങനെ പോകും. എവിടേക്ക്? ദക്ഷമന്ദിരത്തിലേക്ക് യാത്രയാകും. അതായത് ഒറ്റയ്ക്കാണ് പോവുക, ഭഗവാൻ വരില്ല. ദേവി ഒറ്റയ്ക്ക് പോകുന്നത് കണ്ടിട്ട് ശിവഭൂതഗണങ്ങളും കൂടി അവളെ അനുഗമിക്കും. അങ്ങനെ ഭൂതവൃന്ദങ്ങളാൽ അനുഗതയായി സതീദേവി യാഗശാലയുടെ പുരോഭാഗത്ത് വന്ന് നിൽക്കൂ. അപ്പം അകത്തിരുന്ന ദേവകളും മഹർഷികളും മഹേശ്വര പത്നിയെ കൊണ്ട് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് തൊഴുതു വന്നിക്കും. അപ്പം തനിക്കെതിരായി പ്രവർത്തിച്ച മകളാണ് വന്ന് നിൽക്കുന്നത്. അത് അഹങ്കാരിയായി ആര് കാണും? ദക്ഷൻ കാണും. അപ്പോൾ ദക്ഷൻ കോപിഷ്ഠനായിട്ട് ഓടി സതിയുടെ അടുത്തെത്തും. എന്നിട്ട് ഉഗ്രസ്വരത്തിൽ ഗർജിക്കുന്നത്, നിനക്കിവിടെ എന്ത് കാര്യം? പുറത്ത് ഒരടി ഇനി നീ മുന്നോട്ട് വെക്കരുത്. ആ ചുടലവാസിയുടെ പത്നിയെ നീ ഇവിടെ സ്പർശിച്ചാൽ ഇത് മുഴുവനും മലിനമാകും, അശുദ്ധമാകും. തലയോടും കോർത്ത് മാലയാക്കി കഴുത്തിൽ കെട്ടിത്തൂക്കി നടക്കുന്ന അവൻ്റെ ഭാര്യയായി നിനക്ക് ശുദ്ധമുണ്ടോ? ദൂരെ, ഇങ്ങോട്ട് അടുക്കരുത്, ഞാൻ നിൻ്റെ അച്ഛനെന്നല്ല എന്ന് പറയും. അപ്പോൾ ദക്ഷൻ്റെ ഈ ശകാരം കേട്ടപ്പോൾ സതിയുടെ ജ്യേഷ്ഠത്തികളൊക്കെ എല്ലാവരും കൈകൊട്ടി ചിരിക്കും. അപ്പം മകളുടെ കഴുത്തിന് പിടിച്ച് തള്ളി പുറത്താക്കാനായി ദക്ഷ മുന്നോട്ട് കുതിച്ചപ്പോൾ മഹർഷിമാരൊക്കെ എന്ത് പറയും? പ്രജാപതേ, അരുത്, അത് ചെയ്യാൻ പാടില്ല. അങ്ങയുടെ പുത്രിയാണെങ്കിലും ദേവി ശിവപത്നിയാണ്, അത് ഓർമ്മ വേണം. സംഹാരമൂർത്തിയായ കാലാന്തകം കോപിച്ചാൽ അതിനെ തടുക്കാൻ ആർക്കും ശക്തി ഉണ്ടാവില്ല എന്ന് പറയും. അപ്പം സതീദേവി എന്ത് വിചാരിക്കും? അപമാനിതയായി നീ തിരിച്ചു വരരുത് എന്നല്ലേ പറഞ്ഞത് ഭർത്താവ്. അപ്പം ഭർത്താവിൻ്റെ വാക്കുകൾ സതി ഓർമ്മിക്കും. അങ്ങനെ ദേവി പിന്നെയൊന്നും ചിന്തിക്കില്ല. സാക്ഷാൽ പരാശക്തിയാണ് ദേവി. അപ്പോൾ ഒരു ഛായാസതിയെ തൊട്ടടുത്ത് ആക്കിയിട്ട് അമ്മ ദ്യോവിൽ അന്തർദാനം ചെയ്താളു. എന്നിട്ട് ആരും കാണൂല്ല. അങ്ങനെ ധ്യാനനിരതയായിട്ട് ആത്മാവിനെ സ്വന്തം ആത്മാവിൽ ലയിപ്പിച്ചുകൊണ്ട് സതീദേവി തൻ്റെ ഭൗതിക ജഡ യോഗാഗ്നിയിൽ ആഹുതി ചെയ്യുന്ന. അപ്പം ദേവീൻ്റെ ദുരന്തമായ അന്തർദാനം കണ്ടിട്ട് ശിവഭൂതഗണങ്ങൾ എന്താക്കും? യാഗശാലയിൽ കിടന്നിട്ട് പ്രചണ്ഡ താണ്ഡവമാടിയിട്ട് സർവ്വവും അങ്ങോട്ട് അടിച്ച് നശിപ്പിക്കാൻ തുടങ്ങും. അപ്പം നാരദമുനി വേഗം എവിടത്തേക്ക് പോകും? കൈലാസത്തിലേക്ക് പോയിട്ട് സതീദേവിയുടെ യോഗാഗ്നി ദഹന വൃത്താന്തം മുഴുവനും മഹാദേവനെ ധരിപ്പിക്കും. അപ്പം അത് കേട്ട വിഷമത്തിൽ അപ്പം പെട്ടെന്ന് കോപം ഉണ്ടാവും ഭഗവാന്. അപ്പോൾ കോപവൈരാഗ്യത്തോടെ ഭഗവാൻ എന്താക്കും? തൻ്റെ ജട പിടിച്ചിട്ട് നിലത്തൊരൊറ്റടിയാണ്. അപ്പം അത്ഭുതം എന്ന് പറയുക. തത്സമയം അതിൽ നിന്നും ശൂലപാണിയായൊരു ഉഗ്രമൂർത്തി ഗർജിച്ചുകൊണ്ട് ഭഗവത് സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ട് നമസ്കരിക്കും. വീരഭദ്രൻ എന്ന ഘോരസംഹാരമൂർത്തിയായിരുന്നു അവൻ. അതോടൊപ്പം തന്നെ ഭഗവാന്റെ നെടിലാക്ഷത്തിൽ നിന്നും തീപ്പൊരി പറക്കുമാറ് വട്ടക്കണ്ണുകൾ തുറിച്ചിട്ട് അലറിക്കൊണ്ടൊരു ഉഗ്രരൂപിണിയും പ്രത്യക്ഷപ്പെടും. എവിടുന്ന്? ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്ന്. അങ്ങനെ ദേവിയുടെ താമസ രൂപത്തിലുള്ള ഭദ്രകാളി ദേവിയായിരുന്നു അത്. അങ്ങനെ വീരഭദ്രനും ഭദ്രകാളിയും ഭൂതഗണ സഞ്ചയങ്ങളും കൂടി എവിടെ എത്തും? യാഗശാലയിലെത്തി സർവവും തല്ലി തകർത്തു. എന്നിട്ട് അപ്പോഴത്തെ ഹോത്രികളും പരികർമ്മികളും കാണികളും എല്ലാം പ്രാണരക്ഷാർത്ഥം നാനാഭാഗങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടും. ദക്ഷനുമായിട്ടൊരു ഭയങ്കര പോരാട്ടം തന്നെ നടക്കും.
യുദ്ധത്തിൽ ദക്ഷൻ വധിക്കപ്പെടും. അങ്ങനെ അവൻ്റെ തല വെട്ടിമാറ്റും. പകരം എന്താ, ഭഗവാനെ ശിക്ഷിച്ചതിന് എന്താക്കും, ഒരാടിൻ്റെ തല ദക്ഷന് വെച്ചു കൊടുക്കും. അങ്ങനെ ബ്രഹ്മപുത്രനായ ദക്ഷ പ്രജാപതി അന്ന് മുതൽ എന്താവൂ, അജമുഖനായി തീരും. അഹങ്കാരത്തിൻ്റെ ഫലമായി സാക്ഷാൽ ദക്ഷൻ അന്തരിച്ചു കഴിഞ്ഞിരുന്നു. അവൻ്റെ അനന്തര ജന്മമായിരുന്നു എന്ത്, അജമുഖ ദക്ഷൻ. പിന്നീട് അദ്ദേഹം മഹാദേവൻ്റെ പരമഭക്തനായി തീരും. അപ്പം എന്താ, സതീദഹന വൃത്താന്തം അറിഞ്ഞപ്പോൾ ഭഗവാന് ഉണ്ടായ സങ്കടവും കോപവും പറയ വയ്യ. അത്രയും എന്താണ്, മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു ഭഗവാന്റെ. ഇപ്പം എന്താണ്, എല്ലാവരും വീരഭദ്രനും ഭദ്രകാളിയും ഒക്കെ ഉത്ഭവിച്ചിട്ട് യാഗം മുടക്കും, ദക്ഷിണ വധിക്കും. എന്നിട്ടും ഭഗവാന്റെ കോപാഗ്നി ഇങ്ങനെ ജ്വലിച്ചു കൊണ്ട് തന്നെ ഇരുന്ന് ബ്രഹ്മാണ്ഡ കടാഹം പോലും രുദ്രകോപത്താൽ ഭയവിഹ്വലാവും. എന്താണ്, എല്ലാവരും ദേവന്മാരും ഗന്ധർവന്മാരും അസുരന്മാരും മഹർഷികളും എല്ലാവരും ഭയപ്പെടും. എന്താണ് ശ്രീ വിഷ്ണു ഭഗവാൻ എന്താണ് വേണ്ടത് എന്നറിയാതെ എങ്ങനെ ആലോചിച്ചിരിക്കും. ബ്രഹ്മദേവനും പകച്ചു പോകും. അപ്പം ഇതിൽ നിന്നൊക്കെ രക്ഷ കിട്ടണമെങ്കിൽ പരാശക്തി തന്നെ അനുഗ്രഹിക്കണം അല്ലേ. പാരാവാരങ്ങൾ സമുദ്രങ്ങളൊക്കെ ഇളകി മറിയാൻ തുടങ്ങുക. സൂര്യചന്ദ്രന്മാരാണെങ്കിൽ താഴെ പതിക്കാനാണ് ഭാവിക്കുന്നത്. അപ്പം ബ്രഹ്മദേവൻ പരാപരയെ പ്രാർത്ഥിച്ചുകൊണ്ട് പരമശിവകോപം ശാന്തമാക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സംഹാരരുദ്രനായ ശിവൻ തൻ്റെ സർവസ്വമായ സതിയുടെ വേർപാടിൽ ദുഃഖിതനായി തന്നെയും മറന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ യാഗശാലയിലെത്തും. അപ്പം ഒരു സ്ഥലത്ത് സതീൻ്റെ ചൈതന്യ ശൂന്യമായ ജഡം യോഗാഗ്നിയിൽ ഒട്ടൊക്കെ കത്തിക്കരിഞ്ഞ നിലയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം വല്ലാതെ വിഷമാവും. അപ്പം ദേവിയുടെ വിരഹവേദന മഹാദേവനെ അസ്വസ്ഥ ചിത്തനാക്കി തീർക്കുന്നതാണ്. അപ്പോൾ മഹാദേവൻ്റെ സങ്കടം കണ്ടിട്ട് വിഷ്ണു ഭഗവാനും ബ്രഹ്മദേവനും പറയുന്നത്, സർവജ്ഞനായ നിന്തിരുവടി പ്രകാരം മനഃസ്ഥാപിക്കുന്നതിന് ഇപ്പോൾ എന്താ ഉണ്ടായത്? സാക്ഷാൽ പ്രകൃതി മാതാവായ ശ്രീ പരാശക്തിയാണ് സതീനാമത്തിൽ അവിടുത്തെ പ്രാണനാഥയായി പരിണമിച്ചത്. നിത്യയായി വിളങ്ങുന്ന ആ ചിൽസ്വരൂപിണിക്ക് മൃത്യു ഒരിക്കലും സംഭവിക്കുന്നതല്ലാന്ന് അങ്ങേക്കറിയില്ലേ? പിന്നെന്തിനാണ് ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുന്നതാ. ലോകമാതാവായ ആ ദേവിയെ ശ്രുതികൾ മഹാകാളി എന്ന് ആണ് പറയുന്നത്. ആ മഹാവിദ്യയായ ആ ദേവിക്ക് ദേഹത്യാഗം എന്നൊരവസ്ഥ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് പറഞ്ഞു കൊടുക്കും. ആ ദക്ഷപ്രജാപതി എപ്പോഴും നിന്തിരുവടിയെ നിന്ദിക്കയാൽ പാപം ധാരാളം ആർജിച്ചവനാണെന്ന് ബോധ്യപ്പെട്ട് ശ്രീ പരമേശ്വരൻ ദക്ഷനെ കൈവടിയും. പരയായ ആ ദേവി ദക്ഷപുത്രിയായ സതീരൂപത്തിൽ തന്നെ ഈ ലോകത്ത് നിവസിക്കുന്ന പക്ഷം ദക്ഷന് ഇപ്രകാരമുള്ള ആപത്തുകൾ വരുമോ? ഒരിക്കലില്ലല്ലേ. മകളായിട്ടല്ലേ ദേവി ഇരിക്കുന്നത്. അപ്പം അച്ഛനൊരിക്കലും അങ്ങനെ ദുരിതം വരില്ല. അതുകൊണ്ടാണ് അമ്മ സ്വന്തം ദേഹം വെടിഞ്ഞത്. പിന്നെന്താ, അതുകൊണ്ട് പിന്നെ മഹാദേവനോട് പറയും, താങ്കൾ എന്താക്കണം, ഈ ദുഃഖം ത്യജിക്കുക. അഗ്നികുണ്ഡത്തിൽ പതിച്ചത് ഛായാസതിയാണെന്നറിഞ്ഞാലും എന്ന് പറയാം. അത് കേട്ടിട്ട് ശിവൻ എന്ത് പറയും? കമലാകാന്തനോടും വിഷ്ണുവിനോടും ബ്രഹ്മദേവനോടും പറയുന്നത്, അമ്മ ജന്മനാശാദിഹീനയാണ് സതീദേവിയാണ് ഞാൻ ജന്മനാശാദിഹീനയാണെന്ത് സതീദേവിന്ന് ഞാൻ അറിയുന്നുണ്ട്. ബ്രഹ്മസ്വരൂപിണിയാണെന്നും സാക്ഷാൽ പ്രകൃതിയാണെന്നും സൂക്ഷ്മയാണെന്നും ഒക്കെ എനിക്കറിയാം. എന്നിരുന്നാലും ആ ദേവി ഇപ്പം എങ്ങോട്ടേക്കാണ് പോയത് എന്നറിയാതെ ഞാൻ വളരെ ദുഃഖിക്കുകയാണ്. എൻ്റെ പ്രാണനാഥയെ കണ്ടതല്ലാതെ എൻ്റെ ദുഃഖം തീരൂല്ല. ദേവീ ദർശനം എനിക്ക് ലഭിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ കരയും. അപ്പം ഭഗവാൻ എന്താക്കും? ബ്രഹ്മദേവനും വിഷ്ണു ഭഗവാനും കൂടി ആരെയാ പ്രാർത്ഥിക്കുന്നത്? യോഗവന്ദിതയായ ദേവിയെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അവരുടെ പ്രാർത്ഥനയിൽ ദേവി സുപ്രസന്നയാകും അല്ലേ. അങ്ങനെ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ് അമ്മ.
അപ്പം മഹാദേവൻ്റെ ദീനഭാവം വീക്ഷിച്ചിട്ട് നമുക്ക് വളരെ വിഷമം തോന്നും. അപ്പോൾ എന്താണ് അമ്മ ഏത് രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുക? ദക്ഷയാഗ സ്ഥലത്തേക്ക് എഴുന്നള്ളുവാൻ സ്വീകരിച്ച രൂപം ധരിച്ചിട്ട് ആകാശമാർഗത്തിൽ അമ്മ പ്രത്യക്ഷയായിട്ട് ശോഭിക്കുന്ന അമ്പരമാർഗത്തിൽ ആകാശത്തിൽ മഹാകാളിയെ ഇപ്രകാരം ദർശിച്ച് എന്താണ് ത്രിമൂർത്തികൾ ആനന്ദമഗ്നരാകും. അപ്പം എന്താ ആപത്തുകൾ നിവർത്തിപ്പിച്ച് ഭക്തജനങ്ങളെ പരിപാലനം ചെയ്യുന്നതാണ് ആര്? സാക്ഷാൽ ജഗദീശ്വരി അല്ലേ. അമ്മ ആരോട് പറയും? മഹാദേവനോട് പറയും, എൻ്റെ മനസ്സിൽ ധൈര്യം കൈക്കൊള്ളുക, ഇനി മേലും ഞാൻ എന്താണ് ഭവൽ പത്നിയായി വാഴുന്നതാണ്, ഹിമവൽ പുത്രിയായി ജനിച്ച് ഭവാന്റെ കുടുംബിനിയാകാമെന്ന് പറഞ്ഞു കൊടുക്കണ. ഒരിക്കലും ഞാൻ അങ്ങയെ പിരികയില്ല, സംശയിക്കണ്ട. സർവജ്ഞനായ അങ്ങേ മഹാകാളൻ എന്നുള്ള പേരോടുകൂടി സംഹാരകർത്താവായി ജനങ്ങൾ കൊണ്ടാടി വരുന്നത് എന്തുകൊണ്ടാണ്? മഹാകാളിയായ ഞാൻ എപ്പോഴും അങ്ങയുടെ ഉൾപ്പൂവിൽ വർത്തിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാ. ഇപ്പം എന്താ മഹാദേവനോട് പറയുന്നത്? പാവകനിൽ പതിച്ചു കിടക്കുന്ന എൻ്റെ ഛായാശരീരത്തെ ഉടൻ തന്നെ എന്താണ് അശേഷം സംശയിക്കാതെ അങ്ങ് ശിരസിൽ വഹിച്ച് ഭൂസഞ്ചാരം നടത്തണമെന്ന് പറഞ്ഞു കൊടുക്കൂ. അംഗങ്ങൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് സകലവും അറ്റു വീണു പോകും. അപ്രകാരം അറ്റു വീണു പോകുന്ന ഓരോ അംഗങ്ങളും നിപതിക്കുന്ന ഭൂഭാഗങ്ങൾ എന്താ? സർവദാ മത്സാന്നിധ്യമുള്ള മഹാപീഠങ്ങളായി ഭവിക്കുന്നു പറയുന്ന. യാതൊരു ദിക്കിലാണോ യോനിപ്രദേശം പതിക്കുന്നത് ആ സ്ഥലത്തുള്ള മഹാപീഠം ഉത്തമോത്തമമാണെന്ന് അങ്ങ് അറിയണമെന്ന് പറയുക. അവിടെ അങ്ങ് തപസ്സനുഷ്ഠിച്ചാൽ എന്നെ അതിവേഗത്തിൽ പ്രാപിക്കുന്നതിനിടയായിത്തീരുന്നു പറയുന്ന. വീണ്ടും ഞാൻ അങ്ങയുടെ പത്നിയായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നു പറയുന്ന. അങ്ങനെ കരുണാവത്സലയായ ദേവി ഇങ്ങനെ മഹേശ്വരനോട് കൽപ്പിച്ച ശേഷം എന്താണ് അന്തർധാനം ചെയ്യും. അങ്ങനെ ബ്രഹ്മദേവനും വിഷ്ണു ഭഗവാനും സ്വസ്ഥാനങ്ങളിലേക്ക് യാത്രയാകും. അങ്ങനെ എന്താണ് മഹാകാളി കൽപ്പനയാൽ അല്പം മനസ്സമാധാനം ഉണ്ടാവും ഭഗവാന്. അങ്ങനെ ഛായാസതീ ദർശനത്തിനായി യാഗകുണ്ഡത്തിനടുക്കലേക്ക് ചെല്ലുന്ന. അപ്പോൾ ശരീരത്തിന് അശേഷം കേടുകൂടാതെ മിഴികൾ ചിമ്മി ഉറങ്ങുന്ന മട്ടിൽ തേജോരൂപയായിട്ടാണ് ആര് ഈ ശരീരം കിടക്കുന്നത്, ഭൂതലം പറ്റിക്കിടക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പം എന്താണ് ശിവന് ഭഗവാന് ഭയങ്കരമായിട്ടുള്ള വിഷമം വരും. അപ്പം പറയുന്നത് പ്രാകൃത ജനങ്ങളെപ്പോലെ അങ്ങനെ വിലപിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ ശരീരം ശിരസിൽ വഹിച്ചിട്ട് നർത്തനം തുടങ്ങുന്നതാണ്. അപ്പോൾ ബ്രഹ്മാവും മുതലായ വിഷ്ണു ദേവാദിദേവന്മാരെല്ലാവരും എന്താണ് ദേവകൾ മുഴുവൻ പിന്നെ ആകാശത്തിൽ സ്ഥിതി ചെയ്തിട്ട് ഭഗവാന്റെ നർത്തനം കാണുന്ന. ഇന്നെന്താണ് ഭഗവാന് എന്താണ് ദിഗ്ഭേദമോ സമയഭേദമോ ഇല്ലാത്തവനായി ആനന്ദ താണ്ഡവം ചെയ്ത് ഇരിക്കുകയാണ്. അപ്പം എന്താ നർത്തന ഭയങ്കരത്താൽ അക്കാലത്ത് പ്രളയം സംഭവിക്കുന്ന കരുതിയ ബ്രഹ്മാവ് എന്താക്കൂ? എല്ലാ ദേവന്മാരെയും മഹർഷിമാരെയും ഒക്കെ വിളിക്കൂ. എന്നിട്ട് എന്തെങ്കിലും ഇപ്പം ചെയ്യണ്ടേ? അപ്പം ശിവൻ ശാന്തനായിട്ട് ഭവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് പറയുന്ന. അപ്പം എന്താ ഭാര്യ എന്താണ് ആരെ അടുത്താണ് ഇപ്പം പോയിട്ട് വിഷമം പറയാമെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകുന്ന. എന്താണ് ലോകത്ത് എന്തൊരാപത്താണ് വന്നു ചേർന്നിട്ടുള്ളതെന്ന് മഹാദേവൻ ആലോചിക്കുന്നതേ ഇല്ല. അങ്ങനെ ദേവീൻ്റെ ശരീരവും ശിരസിലേറ്റിയിട്ട് ഇങ്ങനെ എന്താണ് തുള്ളിച്ചാടുകയാണ് ഭഗവാൻ. അപ്പം ഭഗവാൻ വിഷ്ണു പറയുന്നത്, ദേവന്മാരെ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാനൊരു മാർഗം പറയുന്നത് കേട്ടോളി. ഛായാസതീ വിഗ്രഹം കഷ്ണം കഷ്ണമായി ഈ ഭൂമിയിൽ പല സ്ഥലത്തും നിപതിക്കുമെന്നും എന്നെല്ലാ വിഗ്രഹാംശ പതന സ്ഥലം ദേവിയുടെ മഹാപീഠങ്ങളായി തീരുമെന്നും പരാശക്തി അരുൾ ചെയ്തിട്ടുണ്ട്. അത് മിഥ്യയാവൂല അല്ലേ? നിശ്ചയമായും ശിരസിലിരിക്കുന്ന സതീ വിഗ്രഹം ഇല്ലെന്നാകുമ്പോൾ ഭഗവാന്റെ ഈ ആനന്ദ നർത്തന തനിയേ അടങ്ങും. അത് നിങ്ങൾക്കും ബോധ്യമുള്ളതല്ലേ? അപ്പോൾ ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. എന്താണ്? ഈ വിഗ്രഹത്തെ ഈ ഛായാസതിയുടെ ശരീരത്തെ അല്പാൽപമായി എൻ്റെ ചക്രം കൊണ്ട് ഗണ്ഡിച്ച് ഞാൻ വീഴ്ത്തിക്കോളാന്ന് പറയും. ആനന്ദതാണ്ഡവം നടത്തിക്കൊണ്ടിരിക്കുന്ന ശിവൻ തൽക്കാലം അതറിയില്ല. എന്നാൽ ശിരസിൽ വിഗ്രഹം ശേഷം ഇല്ലെന്നറിയുമ്പോൾ നർത്തനം മതിയാക്കൂ. ശിവൻ കോപിച്ചു എന്നൊക്കെ വരും. പക്ഷെ എന്താണ് ഇന്നത്തെ ലോകരക്ഷയ്ക്കും
മേൽക്കാലങ്ങളിലെ ഭക്തജനരക്ഷയ്ക്കും വേണ്ടിയാണ് ഞാൻ ഇതിന് തുനിയുന്നത്. എന്താണ്? ദേവീ സാന്നിധ്യത്താൽ പാവനോത്തമമായ മഹാപീഠ ദർശന പാപികളുടെ പാപമോചനത്തിന് ഏറ്റവും ശ്രേഷ്ഠ മാർഗമായിരിക്കുന്ന പറയുന്നത്. അത് അമ്മ പറഞ്ഞിട്ട് തന്നതാണ്. അപ്പം ഈ എന്താണ് ശവശരീരം ഖണ്ഡിച്ചിട്ട് 108 ദേവീപീഠങ്ങളിൽ 108 സ്ഥലത്ത് ഞാൻ എന്താണ് കഷ്ണമായിട്ട് അറ്റ് വീഴ്ത്തു. അപ്പം ആ 108 ദേവീപീഠങ്ങളിലും 108 രൂപങ്ങളിലായിട്ട് ദേവി വിളങ്ങുന്ന കാശിയിലെ വിശാലാക്ഷിയായും, നൈമിശാരണ്യത്തിലെ ലിംഗധാരിണിയായും, പ്രയാഗയിൽ ലളിതാംഗിയായും, പിന്നെന്താ ഗന്ധമാദനത്തിൽ ഗൗരിയായും, കന്യാകുമാരിയിൽ കുമാരിയായും, കാഞ്ചിയിൽ കാമാക്ഷിയായും, അങ്ങനെ പല രൂപത്തിലും പല നാമത്തിലും ദേവി ആ 108 പുണ്യസ്ഥലങ്ങളിലും പള്ളി കൊള്ളുന്ന പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്ന. അപ്പം ദേവന്മാർ പറയുന്നത്, കരുണക്കടലായ മാധവ, അപ്രകാരം വേഗം ചെയ്യുക. ഭഗവാൻ ഈ വിധം ചെയ്തില്ലെങ്കിൽ ഇപ്പം പ്രളയം തന്നെ ഉണ്ടാവുമെന്ന് പറയുന്ന. അപ്പം എന്താണ്? ലക്ഷ്മി വല്ലഭൻ നാരായണൻ എന്ത് ചെയ്യും? സുദർശനം കയ്യിലെടുത്തിട്ട് നർത്തനം ചെയ്യുന്ന ശിവൻ്റെ പാദങ്ങൾ ഭൂസ്പർശം ചെയ്യുമ്പോൾ ശിവൻ അറിയാതെ തന്നെ ചക്രം പ്രയോഗിച്ചിട്ട് ഛായാസതീ ശരീരം അല്പാൽപമായി ഖണ്ഡിച്ച് വീഴ്ത്താൻ തുടങ്ങും. അങ്ങനെ ഛായാസതിയുടെ ശരീരാവയവങ്ങൾ ഭാരതഭൂമിയിൽ പലയിടത്തും പതിക്കും. ഏതേത് പ്രദേശങ്ങളിൽ പതിച്ചു അവിടങ്ങളിൽ പുണ്യപ്രദേശങ്ങളായും മഹാദേവിയാൽ എല്ലാ കാലവും അധിഷ്ഠിതങ്ങളായും മുക്തിക്ഷേത്രങ്ങളായും പവിത്ര തീർത്ഥസ്ഥലങ്ങളായും ഭവിച്ചു എന്നാ. പിന്നെ ആരാണോ ദേവീ സങ്കല്പത്തിൽ ആ വക ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് അമ്മയെ അങ്ങറ്റവും പൂജിക്കുന്നത് അവർക്ക് മുക്തി ലഭിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ ഇതെല്ലാം ഖണ്ഡിച്ചിട്ട് ഓരോ സ്ഥലത്തും വീഴ്ത്തു. അങ്ങനെ എന്താണ് ഇതിപ്പം വീഴ്ത്തിയത്? മുഴുവനായിട്ട് സതീ വിഗ്രഹം ശിരസിലില്ല എന്ന് ഭഗവാൻ അറിയണ്ടേ? അപ്പം ഇതിപ്പം എങ്ങനെയാണ്, ആരാ ചെയ്തത് എന്നിപ്പം മഹാദേവനോട് ആര് പറഞ്ഞാലും ഭഗവാൻ അപ്പം കോപിച്ച് നിൽക്കുന്ന സമയം. അപ്പം വിഷ്ണു ഭഗവാൻ എന്താക്കും? നാരദനെ വിളിക്കുന്നിട്ട് പറയും, എന്ത് ശിവനെ എന്തെങ്കിലും പറഞ്ഞിട്ട് വിവരങ്ങളൊക്കെ ബോധിപ്പിച്ചിട്ട് ശാന്തനാക്കണം. അതിനുള്ള സാമർഥ്യം നാരദർക്കുള്ളത് എന്ന് പറയും. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ ആജ്ഞാനുസരണ ശാന്തി മന്ത്രം എന്താണ്? ധ്യാനപൂർവം നാരദ ശ്രീകണ്ഠ സമക്ഷെത്തുന്ന അവന് ശാന്തി മന്ത്രവും ജപിച്ചിട്ട് മെല്ലെ ഭഗവാന്റെ അടുത്തെത്തും. അങ്ങനെ വിനയസഹിതം കൈകൂപ്പി നിൽക്കും. അപ്പം എന്താണ് നർത്തനം ചെയ്തുകൊണ്ട് നിന്ന മഹാരുദ്രൻ എന്താണ് കൈകൂപ്പി നിൽക്കുന്ന പിന്നെ നാരദരെ കാണും. അപ്പം പറയുന്നത്, സാധിയായ എൻ്റെ പ്രാണവല്ലഭ എങ്ങോട്ടേക്കാണ് പോയതെന്നൊന്ന് വേഗം പറയുമോ എന്ന് ചോദിക്കും. അപ്പം നാരദർ എന്ത് പറയൂ? ജഗൽപ്രഭു സംശയിക്കേണ്ട, സതീദേവി എങ്ങോട്ടും പോയിട്ടില്ല, അങ്ങക്ക് എന്നെ ലഭിക്കൂ. ആ ദേവി പറഞ്ഞിട്ടില്ലേ ഞാൻ നേരിട്ട് വരും, വീണ്ടും പിന്നെന്താണ് മഹാദേവൻ്റെ പത്നിയായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് താങ്കൾ വിഷമിക്കണ്ട എന്ന് പറയും. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് വെച്ചാൽ, അഥവാ ഇങ്ങനെ പ്രളയമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ലോകം തന്നെ എന്താണ് നശിച്ചു പോവില്ലേ എന്ന് ചോദിക്കും. അപ്പം ഭഗവാൻ മഹാദേവൻ ചോദിക്കും, പ്രളയം സംഭവിക്കാൻ ഞാനിപ്പോൾ എന്താ ചെയ്തത്? ഈ വിധം എന്തിനാ അസംഭവ്യം പറയുന്നത്? ഞാനെന്താ സതീവിയോഗത്താൽ അത്രയും വിഷമിച്ചിട്ടാണ്. ഛായാസതി വപുസ്സെങ്കിലും എനിക്ക് ലഭിക്കുകയില്ല, ആ ദുഃഖം എനിക്ക് അല്പകാലത്തേക്ക് മറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എൻ്റെ ശിരസിൽ വെച്ചിട്ട് നർത്തനം ചെയ്തത്. അപ്പോൾ ഏതോ ഒരു മഹാഭാബി എൻ്റെ മസ്തകത്തിൽ നിന്നും ഞാനറിയാതെ ആയത് കട്ടെടുത്ത് ഓടിപ്പോയിരിക്കുന്നു, ഞാനിതാ വീണ്ടും വിവശനായി എന്ന് പറയും. അപ്പോൾ നാരദൻ പറഞ്ഞു കൊടുക്കും, ആനന്ദരൂപ അങ്ങ് സ്വസ്വരൂപത്തെ അനുസ്മരിക്കുന്നവനായി ഭവിച്ചാലും ഇങ്ങനെ വിഷമിച്ചിട്ട് ഭൂമി കൂടി നശിച്ചു പോവൂലേ എന്ന് ചോദിക്കും. കൽപ്പാന്തം ഭവിക്കുന്നതിന് മുമ്പ് തന്നെ പ്രളയം വരൂലേ ഭഗവാന്റെ നർത്തനത്താലേന്ന് ചോദിക്കും. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട്, ലോക നന്മക്ക് വേണ്ടിയിട്ട് എന്താണ് വിഷ്ണു ഭഗവാനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയും. അപ്പം എന്തിനാ ചെയ്തത് എന്ന് ചോദിക്കും. അപ്പം ഭയങ്കര നർത്തനം കൊണ്ട് സംഭവ്യമായ ആപത്തിനെ ഓർത്ത് പിന്നെന്താ നിന്തിരുവടിക്ക് ശാന്തി ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് ഭഗവാന്റെ
ശിരസിലുള്ള ഛായാസതി വിഗ്രഹത്തെ ചക്രം കൊണ്ട് അല്പാൽപമായി ഖണ്ഡിച്ച് അതെല്ലാം ഭൂമിയിൽ പലയിടത്തുമായി പതിപ്പിച്ചതാണെന്ന് പറയും. അങ്ങനെ നാരദൻ്റെ വാക്ക് ശ്രവിച്ച മാത്രയിൽ ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ശ്രീ ശിവൻ മഹാവിഷ്ണുവിനെ ഇപ്രകാരം ശപിക്കുക. എന്താ ശപിക്കുക? ആ ചക്രായുധം ഭൂമിയിൽ മനുഷ്യനായിട്ട് ത്രേതായുഗത്തിൽ ജനിക്കുക. ആ കാലത്ത് സൗന്ദര്യ സൗശീല്യാദി സൽഗുണങ്ങളോടുകൂടി സതിക്ക് തുല്യയായ ഒരു പത്നി ആ ആൾക്കുണ്ടാകും. അങ്ങനെ ഛായാസ്വരൂപിണിയെ സ്ഥാപിച്ച ശേഷം അസാധ്യം എന്താണ് മായാൽ മറിഞ്ഞിരിക്കുന്നതിനോ ഒരു ശക്തനായ രാക്ഷസൻ ഛായാപത്നിയെ വേർപെടുത്തി ആ ആളിൻ്റെ ഉള്ളിൽ ആദി വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കും. കടുത്ത രാക്ഷസ പ്രവൃത്തി എന്നോട് പ്രയോഗിച്ച ശ്രീനാരായണൻ എന്താ ഒരു കടുത്ത രാക്ഷസൻ്റെ പ്രയോഗങ്ങളാൽ തന്നെ ഛായാപത്നി വിരഹം അനുഭവിക്കാൻ ഇടവരികയും അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള വ്യസനത്തിൽ ശതഗുണം അനുഭവിക്കുന്നതിന് ഇടവരികയും ചെയ്യുന്നറിയാം. അങ്ങനെ ഉത്തരക്ഷണത്തിൽ തന്നെ മഹാവിഷ്ണുവിനെ അങ്ങനെ ശപിക്കും. അങ്ങനെ മനസ്സിനെ ഏകാഗ്രാക്കുന്നതാണ്. സാവധാനത്തിൽ മനസ്സിനെ സ്വസ്ഥാക്കിയിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന അങ്ങനെ കാമരൂപം എന്ന് പറഞ്ഞ വിശിഷ്ട ഭൂമിയിലെത്തും. അവിടെ എത്തിച്ചിട്ട് അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്താണ് ദേവീൻ്റെ ഭഗഭാഗ ദർശനം ശിവന് ലഭിക്കും. അപ്പോൾ അത് കണ്ടപ്പം ഭയങ്കരമായിട്ട് സന്തോഷമാവും ഭഗവാന്. അപ്പം ഇത് ഭൂമിയിലേക്ക് ഈ ഭഗഭാഗം ഭൂമിയിലേക്ക് താണു പോകാൻ ആരംഭിക്കുമ്പോൾ ഭഗവാൻ എന്താക്കും പർവ്വതരൂപിയായിട്ട് ഭവിച്ചിട്ട് അതിനെ താങ്ങി നിർത്തിയിട്ട് തനിക്കുണ്ടായ ഭാഗ്യം ഓർത്ത് സന്തുഷ്ടനാവുന്ന അങ്ങനെ പാഷാണലിംഗരൂപിയായി ശ്രീ മഹാദേവൻ കാമരൂപാദികളായ മഹാപീഠങ്ങളിൽ എല്ലാറ്റിലും സ്വയം സാന്നിധ്യം ചെയ്തും പരദേവതയെ സേവിച്ചും വസിച്ചു. പിന്നെന്താ മഹാദേവിയെ ലഭിക്കുന്നതിന് യോനീപീഠത്തിൽ തപസ് ചെയ്യണമെന്ന് പരാശക്തി മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പരമേശ്വരൻ വഴിയാവണ്ണം സ്മരിക്കിയാൽ എന്താ ശാന്തചിത്തനായും യോഗചിന്താതൽപരനായും ശുഭമായി വസിച്ചു. ഗർഗൻ്റെ ഇപ്രകാരമുള്ള സാത്വിക സ്ഥിതിയെ ദർശിച്ച നാരദ മഹർഷി എന്താണ് അമ്പരമാർഗം പിന്നെ വിഷ്ണു ഭഗവാനോടും ബ്രഹ്മദേവനോടൊക്കെ വിവരങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് യാത്രയാകുകയും ചെയ്ത്. ഇത് കാമരൂപം എന്ന് പറയുന്നത് ഇതെന്താണെന്നാണ് പറയുന്നത് അസാമിലെ ഗുവാഹട്ടിയിലാണ് ഈ കാമാഖ്യ ക്ഷേത്രം ഉള്ളത്. അവിടെ ദേവി ഭാഗവതത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാത്രിയൊക്കെ നമ്മൾക്ക് ഇരുന്ന് ഭജിക്കണമെങ്കിൽ ദേവി കവചം ഭജിച്ചതിന് ശേഷം മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അത്രയും ഈ ലോകത്ത് പൂർണ്ണശക്തിയോടെ വിരാജിക്കുന്ന ക്ഷേത്രമാണ് കാമാഖ്യാദേവി ക്ഷേത്രം. അവിടുത്തെ ലൗഹിത്യ തീർത്ഥത്തിൽ കുളിച്ചാലുമ്പോൾ 100 കോടി ജന്മങ്ങൾ ജനിച്ച പാപങ്ങളുണ്ടെങ്കിലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുക്തി ലഭിക്കുന്ന പറയുന്നത് നമ്മൾക്ക്. അപ്പം എന്താണ് ദക്ഷപുത്രി ആയിട്ട് അമ്മ പരാശക്തി ജനിച്ച കഥ. ഇനി അടുത്തത് പിന്നെ പറയാം. എന്തെങ്കിലും തെറ്ററിയാതെയോ അറിഞ്ഞോ വന്ന് ഭവിക്കുന്നുണ്ടെങ്കിൽ മാപ്പ് തരണം, ക്ഷമിക്കണം കേട്ടോ. പിന്നെന്താ ഞാൻ പറയുന്നത് ഇഷ്ടമായാലും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. എല്ലാവരും ഇതൊന്ന് കേൾക്കണേ.